വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടു ദ കൊമേഴ്സ്. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം സെക്ഷൻ 135 CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പം ഇത് വളരെ ഒരു ചെറിയ ടേം ആണെങ്കിലും ഇത് വലിയൊരു കാര്യമാണ്. കോർപ്പറേറ്റിൽ അല്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് ഇത് വലിയൊരു കാര്യമാണ്. അപ്പം നമ്മുടെ സൊസൈറ്റിക്കും ഇതൊരു വലിയൊരു കാര്യമാണ്. അപ്പം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് കമ്പനി അല്ലേ, വലിയ വലിയ ടേൺ ഓവറൊക്കെ ഉള്ള ഒരു കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ ടേൺ ഓവർ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എക്സീഡ് ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ് CSR. അപ്പം ഈ തുകകൾ അല്ലെങ്കിൽ ഈ CSR എമൗണ്ടുകൾ പബ്ലിക് ഹെൽത്തിന് വേണ്ടി, ഹെൽത്ത് സെക്ടറിന് വേണ്ടി, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, ഇത്തരം കാര്യങ്ങൾക്കാണ് ഈ CSR എമൗണ്ടുകൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സെക്ഷൻ 135 CSR Corporate Social Responsibility implies a concept whereby companies decide to contribute to a better society and cleaner environment. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു സൊസൈറ്റി, നമ്മുടെ ബെറ്റർ സൊസൈറ്റിക്ക് വേണ്ടിയും ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, അതിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു തുക പ്രധാനമായിട്ടും കമ്പനികൾ, കോർപ്പറേറ്റുകൾ മെയിനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്തരം തുകകൾ കമ്പനികൾ യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് കമ്പനിക്കും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റുകളുണ്ട്. തീർച്ചയായും കമ്പനിയുടെ പബ്ലിക് ഇമേജ്, പബ്ലിക്കിന് കമ്പനിയോടുള്ള ഒരു ഇമേജ് കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ ലോങ് റണ്ണിലേക്കുള്ള ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇനി എപ്പോഴാണ് കമ്പനി CSR ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് CSR കമ്മിറ്റി, അപ്പം ഈ CSRുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു CSR കമ്മിറ്റി കമ്പനിക്കുള്ളിൽ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴാണ് കമ്പനി CSR ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? അപ്പം എ കമ്പനി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി of the board if during the immediately preceding the financial year such a company having net worth 500 crore or more, turnover 1000 crore or more, or net profit 5 crore or more. അപ്പം കമ്പനിയുടെ നെറ്റ് വർത്ത്, കമ്പനിയുടെ ആസ്തി 500 കോടിയിലധികം, 500 കോടിയോ അതിലധികമോ ആവുമ്പോഴോ, അവരുടെ ടേൺ ഓവർ, അവരുടെ സെയിൽസ് 1000 കോടിയോ അതിലധികമോ ആവുമ്പോഴോ, അവരുടെ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് 5 കോടിയോ അതിലധികമോ ആവുമ്പോഴാണ് അവരൊരു CSR കമ്മിറ്റി അവരുടെ ബോർഡിൽ നിയമിക്കുകയും അതിൽ തുടർന്നാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവരുടെ CSR ആക്ടിവിറ്റികൾ ഇവർ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ലിമിറ്റാണ് ഈ 3 സാധനങ്ങളും തന്നിരിക്കുന്നത്. അപ്പം എത്ര എമൗണ്ടാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്പനിയുടെ 3 വർഷത്തെ, കഴിഞ്ഞ 3 വർഷത്തെ എത്രയാണോ അവരുടെ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 2%, ആ പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് ആ തുകയുടെ 2% എങ്കിലും അറ്റ്ലീസ്റ്റ് ഇവർ ഈ CSR പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് CSR. അപ്പോൾ എൻ്റെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇത്തരം യൂസ്ഫുൾ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.